ഹായ് ഗൈസ്, ഹൗ ആർ യു ഡൂയിങ്? വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അത് കൊളായില്ലേ, ഇടയ്ക്ക് വെച്ച് പോയി കഴിഞ്ഞാൽ ഒരു ഇൻട്രോ മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ ഇടയ്ക്ക് ഇവര് എന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്തോണ്ട് കൊളായി കേട്ടോ. ചുച്ചോ ഇന്ന് ഞങ്ങൾക്ക് ഒരു ഓഫ് ഡേ ആണ്. പിന്നെ ഇന്നലെ തത്തയും അക്ഷയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇവിടെ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനുണ്ട് കേട്ടോ. അവരുടെ എന്തിന്റെ ട്രെയിനിങ്? അവരുടെ ജോബായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനുണ്ട്. അപ്പൊ ഞങ്ങള് ഇപ്പോ അവളെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ഞങ്ങൾക്ക് 3 പേർ കൂടെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അർജുന് കാറിന്റെ ലൈറ്റ്, LED ലൈറ്റ് ചേഞ്ച് ചെയ്യാനുണ്ട്. ശരിക്കും പിന്നെ പോളിഷ് ചെയ്യാനുണ്ട്. പോളിഷിംഗ് ഉണ്ട്. പിന്നെ എന്താ എന്തൊക്കെയോ ഉണ്ട്. ഇതൊക്കെ ചെയ്യാനുണ്ട്. അവിടെ പോയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മള് ഇവിടെ ഡ്രോപ്പ് ചെയ്യട്ടെ. നാദുൽ ഹമറിലല്ലേ നിങ്ങള്? എന്റെ ഹെഡ് ഓഫീസിന്റെ എന്റെ കമ്പനിയുടെ ഹെഡ് ഓഫീസിന്റെ അടുത്ത് തന്നെയാണ് വരുന്നത്. അപ്പൊ ഇനി നമ്മളെ ഡ്രോപ്പ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ദ വീഡിയോ. അവളുടെ ട്രെയിനിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 11 മണിക്കായിരുന്നു കേട്ടോ. ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ വഴിയിലൊക്കെ നല്ല ട്രാഫിക്കും ആയിരുന്നു. അങ്ങനെ മെല്ലെ മെല്ലെ നീങ്ങി എത്തിയപ്പോ ഒരു 10 മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതിന്റെ ടെൻഷനിലായിരുന്നു കേട്ടോ അവള്. പക്ഷെ അവിടെ എത്തിയപ്പോ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ അവര് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഞങ്ങളുള്ളത് കരാമയിലാണ് കേട്ടോ. വണ്ടിയുടെ കാര്യങ്ങളൊക്കെ കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്താനുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് വന്നതാണ്. അർജു കുറെ നാളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ഷോപ്പാണ് ഈ കാർ ഹബ്ബ്. കുറെ നാളായി വണ്ടിയുടെ കുറെ മോഡിഫിക്കേഷൻസ് വരുത്തണം എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കാര്യമായിട്ടുള്ള മോഡിഫിക്കേഷൻ ഒന്നുമല്ല വന്നിട്ടുണ്ടായിരുന്നത്. ലൈറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണം, പിന്നെ ലൈറ്റ് ഒന്ന് പോളിഷ് ചെയ്യും കൂടെ വേണം. അർജുനെ സംബന്ധിച്ചിടത്തോളം അർജു പറയുന്നത് എന്റെ വണ്ടിയുടെ ലൈറ്റ് കുറവായതുകൊണ്ടാണ് മുമ്പിലുള്ള വണ്ടികളൊന്നും എനിക്ക് പെട്ടെന്ന് പോവാനുള്ള സിറ്റുവേഷനിൽ മാറി തരാത്തതെന്നാണ്. കുറെ നാളായി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇന്ന് എന്തായാലും ഞങ്ങൾക്കൊരു ചാൻസ് കൂടെ കിട്ടി. കാരണം തത്തേനെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് എന്തായാലും ഞങ്ങൾക്ക് വെറുതെ ഇരിക്കണം. അപ്പോ അതിന്റെ കൂടെ ഈ കാര്യം അങ്ങ് നടത്താന്ന് വിചാരിച്ചു. അവിടെ അടിപൊളി സർവീസ് ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങള് കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അത് പിന്നെ പണിയെടുക്കുമ്പോൾ നമ്മൾ എന്തായാലും അത് തീരുന്നവരെ ക്ഷമയോടെ നിൽക്കണമല്ലോ. പക്ഷെ അതൊക്കെ ഇങ്ങ് പോളിഷ് ചെയ്ത് കഴിഞ്ഞപ്പോ അർജു ഭയങ്കര ഹാപ്പി ആയിരുന്നു. ATM വരെ പോയതായിരുന്നു കേട്ടോ. അവര് കാർഡാണെങ്കിൽ എക്സ്ട്രാ എന്തോ ചാർജ് ചെയ്യുന്നു പറഞ്ഞു. ചുമ്മാ നമ്മള് എക്സ്ട്രാ പേ ചെയ്യുന്ന കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങള് ഒന്ന് ATM വരെ പോയിട്ട് ക്യാഷ് എടുത്തിട്ട് വന്നു. ഞങ്ങള് മൗസിൽ വന്നതാണ് കേട്ടോ അവിൽ മിൽക്ക് കുടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ സമയം 1 മണിയായി. പക്ഷെ എന്തോ കുറച്ച് വെയിലത്തൊക്കെ നടന്നുകൊണ്ടാണെന്ന് തോന്നുന്നു അവിൽ മിൽക്ക് കുടിക്കാൻ തോന്നുന്നു. ഇവിടുത്തെ അവിൽ മിൽക്ക് അടിപൊളിയാണ് കേട്ടോ. എനിക്ക് പക്ഷെ പ്ലെയിൻ ആയിട്ടുള്ളതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇവിടുന്ന് ഞങ്ങള് മുമ്പ് വന്നപ്പോ കുറെ ഐറ്റംസ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറെ എന്താണ് വെറൈറ്റീസ്, കുറെ വേറെ എക്സ്ട്രാ അഡീഷണൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉള്ളത്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ആ പ്ലെയിൻ ആയിട്ടുള്ളത് തന്നെയാണ്. പോയിട്ടുണ്ട്, ഞാനും കൂടെ പോയേക്കാം. ഓക്കെ, കാണിച്ചു തരാം. ഇതാണ് ഗൈസ് മൗസി. അവിൽ മിൽക്ക് എത്തി. എങ്ങനെയുണ്ട്? സൂപ്പർ, നല്ല ടേസ്റ്റ്. ഗൈസ് ഞങ്ങള് അൽസീഫിൽ വന്നതാണ് കേട്ടോ. കുറച്ച് സമയം എക്സ്ട്രാ ഉണ്ട്. അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അച്ചൂട്ടി ഇവിടെ വന്നിട്ടില്ലല്ലോ. അച്ചൂട്ടി ഇവിടെ വന്നിട്ടില്ല, ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ അവനും കൂടെ ഒന്ന് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തത്തയുടെ ട്രെയിനിങ് അവര് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുവരെ ഞങ്ങൾ ചുമ്മാ അവിടെ നിൽക്കണ്ടേ. അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ നല്ല ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടോ? ഇറ്റ്സ് എ ഹ്യൂജ് ക്രിസ്മസ് ട്രീ. ഇവിടെ നല്ല വെയിലാണ് സത്യം പറഞ്ഞാല്. ശരിക്കും വൈകുന്നേരമാണ് ഇവിടെ വരേണ്ടത്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഇപ്പൊ ക്ലൈമറ്റ് അടിപൊളി ആയതുകൊണ്ട് ഇപ്പൊ നന്നായിട്ട് നടക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഭയങ്കര ചൂടില്ല. ഒരു വെയിലാണെങ്കിലും ഒരു തണുത്ത ക്ലൈമറ്റ് ആണ് കേട്ടോ. അച്ചൂട്ടി അവിടെ വരുന്നുണ്ട്. ഓടിവാ ഓടിവാ, നീ എവിടെയാ പോയി അതിന്റെ ഇടയില്?
ഇവിടെ ലൈറ്റ് ഇല്ലടാ, ഇരുട്ടാ. പോവാം. നിങ്ങള് ക്രിസ്മസ് ട്രീ, എനിക്കെന്താ ക്രിസ്മസ് ട്രീ എന്ന് പറയാൻ കിട്ടാത്തെ, അത് കാണുന്നില്ലേ ബാക്ക്ഗ്രൗണ്ടില്? ലാസ്റ്റ് ഇയറും ഈ ഒരു ടൈമിൽ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായി. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, പക്ഷെ ഈ ഒരു എക്സാക്ട് ടൈമിൽ, ഈ ട്രീ ഉള്ള ടൈമില് ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ഓർമ്മയുണ്ട് കേട്ടോ ആ ദിവസമൊക്കെ. ഇത്ര പെട്ടെന്ന് വർഷങ്ങളൊക്കെ പോകുന്നത്. അർജോൺ, അർജോൺ, Yes, bro. ലാസ്റ്റ് ഇയർ ഈ ടൈം നമ്മളിവിടെ വന്ന ഓർമ്മയുണ്ടോ? Yes, ഇതിന്റെ തറവാട്. ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ നല്ല ലൈറ്റ് ഉണ്ട്, ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഞാൻ സംസാരിക്കാൻ നോക്കുമ്പോൾ നല്ല ഇരുട്ടാണ്. ഓക്കെ, കാര്യമായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ, ഓ അവിടെ കാണുന്നുണ്ടോ നിങ്ങള്? അവൻ ആ ബ്രിഡ്ജിലായിരിക്കുന്നേ, അതാ അവിടെ. ഈവനിങ് ആണ് ഞങ്ങൾ അധികം ഇവിടെ വരാറുള്ളത് കേട്ടോ. ഈവനിങ് നല്ല വൈബാണ്, ഭയങ്കര എന്താ അടിപൊളിയായിട്ട് കുറെ നല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പം കുറച്ച് വെയിലുണ്ടെന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ, വേറെ അധികം ആളുകളൊന്നുമില്ല. ഈവനിങ് ആകുമ്പോൾ കുറച്ചുകൂടെ ക്രൗഡഡ് ആവും കേട്ടോ ഇവിടെ. സോ യാ, സോവനീസ് കുറെ നല്ല ഭംഗിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇതാ ഈ ഒരു ബാഗ്സ്, ദുബായ് ദുബായ് നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. സ്റ്റൈലിഷ് ബാഗുകൾ കുറെ ഉണ്ടായിട്ട് ഞാൻ ഇങ്ങനത്തെ വലിയ സൈസ് ബാഗ് അധികം എടുക്കാത്തതുണ്ട്. പിന്നെ ഇത് ഷോപ്പാണ് കേട്ടോ ഇവിടത്തെ ട്രഡീഷണൽ ഡ്രസ്സസ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മളെ നോർമൽ ടീഷർട്സ് ഒക്കെ ഉണ്ട്. That's it. കൊള്ളാം ഇങ്ങനത്തെ ഒരു ജൂട്ടിന്റെ ബാഗ്, ഇത് ജൂട്ടല്ല എന്താന്ന് പറയാ, ഈ ഒരു മോഡലുള്ള ബാഗ് വാങ്ങിക്കണം കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നു. പക്ഷെ എന്താ പറയുക, ഇപ്പൊ വാങ്ങിക്കുന്നില്ല. ഇവിടെ കുറച്ച് ഫോട്ടോ എടുക്കാന്നുള്ള ഒരു ഇന്റൻഷനോട് കൂടിയാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് വി ഗോട്ട് റിയലി ഗുഡ് പിക്ചേഴ്സ് ഓഫ് അസ്. ഞങ്ങള് കപ്പിൾ ഫോട്ടോ എപ്പം പുറത്തു പോകുമ്പോഴും എടുക്കാൻ വേറൊരാളില്ലാത്തതുകൊണ്ടും പിന്നെ ഒരാളെ വെച്ച് നമുക്ക് ഔട്ട്സൈഡർ ആയിട്ടുള്ള ഒരാളെ വെച്ചിട്ട് വി ക്യാൻ ഡു ദിസ് ലൈക്ക് 10 or 20 ഫോട്ടോസ്. 1 or 2 അവരെടുത്തു തരുന്നത് അതിൽ സാറ്റിസ്ഫൈഡ് ആവേണ്ട ഒരു സിറ്റുവേഷനാണ് എപ്പോൾ ഉണ്ടാവാറ് കേട്ടോ. പക്ഷെ ഇന്ന് അച്ചോട്ടിയും കൂടെ ഉള്ളത് കൊണ്ട് വി ഗോട്ട് എ ലോട്ട് ഓഫ് പിക്ചേഴ്സ്. നല്ല അടിപൊളി ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. കുറെ നാളായി ഞങ്ങളെ കപ്പിൾ ഫോട്ടോ അങ്ങനെ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഫോട്ടോ കിട്ടിയിട്ടോ. സന്തോഷം. ഞങ്ങള് തിരിച്ചു പോവാണ്. എനിക്ക് തത്തയുടെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് അവളെ പോയിട്ട് പിക്ക് ചെയ്യണം. ദെൻ ലഞ്ച് കഴിക്കണം. അതാണ് കേട്ടോ അടുത്ത പ്ലാൻ. ക്ലൈമറ്റ് ഭയങ്കര അടിപൊളിയാണ്, അധികം ടെമ്പറേച്ചർ ഒന്നുമില്ല. പക്ഷെ ഹെയർ ഒക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ടിടുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ചൂടുണ്ട് കേട്ടോ. ആൻഡ് ഇവിടെ കുറെ നേരം സ്പെൻഡ് ചെയ്യാൻ തോന്നും. തിരിച്ചു പോവാൻ ആക്ച്വലി തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഇവിടെ എപ്പോഴും വരാനൊക്കെ. ഞങ്ങള് ഇടയ്ക്കൊക്കെ വരാറുണ്ട്. ഇനിയിപ്പോൾ ലഞ്ച് കഴിക്കാനുള്ള സ്പോട്ട് ഏതെങ്കിലും ഇന്ന് ആക്ച്വലി അക്ഷയുടെയും തത്തയുടെയും ട്രീറ്റാണ് കേട്ടോ ഞങ്ങൾക്ക്. തത്ത ഇവിടെ വന്നിട്ട് അവളുടെ ഫസ്റ്റ് ജോബാണ്. സോ അവളുടെ ഫസ്റ്റ് ജോബിന്റെ ഫസ്റ്റ് സാലറി കിട്ടിയിട്ടുള്ള മന്താണത്. അതിന്റെ ട്രീറ്റാണ് അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എവിടെയെങ്കിലും ഒരു നല്ല സ്ഥലത്ത് പോയിട്ട് നല്ല ലഞ്ച് കഴിക്കണം. ഫോണിലെ ചാർജ് ഒക്കെ കുറഞ്ഞു വരുന്നുണ്ട്. ഞാൻ ഇത്രയും ഒരു ഇത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. what we planned is just go to Global Village and explore there. പക്ഷെ ഈ ഒരു അൽസീഫ് ഞങ്ങളുടെ പ്ലാനിലേ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് കയറി വന്നോണ്ട് ഇവിടെ ഫോട്ടോസ് എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ we used to take this like 10, 100, 200. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഗാലറി പിന്നെ ഫുള്ളായിരിക്കും. അതെപ്പോഴും അങ്ങനെയാണ്. ഒരേ പോസ്റ്റിൽ തന്നെ ഒരു 1000 ഫോട്ടോസ് ഉണ്ട്. അതിൽ നിന്ന് 1-2 സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫോട്ടോസ് മൊത്തം എടുത്തു കൂട്ടുന്നത്. ആൻഡ് ഇപ്പോഴും അതേപോലെ തന്നെയാണ്. Also guys, how's my outfit today? ഞാനൊരു പാൻസ് ആൻഡ് ടോപ്പാണ് ഇട്ടേക്കുന്നത്. വൈറ്റ് ആൻഡ് I don't know what is this color.
കൊറേ നാളെ ഇങ്ങനെ വെയിലൊക്കെ കൊണ്ട് നടന്നിട്ട് കേട്ടോ. എപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ആ ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് നടക്കുന്ന ടൈമിലുള്ള വെയിൽ മാത്രമേ എനിക്ക് കിട്ടാറുള്ളൂ. ഇപ്പൊ ഞാൻ കുറച്ചു നേരം വെയിലൊക്കെ കണ്ട് നടന്നപ്പോ ഇറ്റ്സ് റിയലി 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 ഗുഡ്. ആ ഏരിയയിലും പോകുന്നുണ്ടോ? ഓക്കെ. എന്തായാലും വാഷ്റൂം പോണം. വാഷ്റൂം ഈ ഒരു അപ്പുറത്തെ സൈഡാണ് കേട്ടോ. ഇത് ഓൾ സൈഡ്, അവിടെ ഉള്ളത് ന്യൂ സൈഡ്. രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. രണ്ട് വൈബ് തന്നെയാണ് കേട്ടോ രണ്ട് സൈഡിലും. അവിടെയും കൂടെ ഒന്ന് പോയിട്ട്, അവിടെയാണ് വാഷ്റൂം വരുന്നത്. ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. എന്നാലും അവിടെ പോയിട്ട് വാഷ്റൂം പോയിട്ട് ഞങ്ങൾ നേരെ ഇവിടുന്ന് ഇറങ്ങും കേട്ടോ. ഇന്നത്തെ ദിവസം കുറെ പ്ലാനുകളുമായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കാരണം തത്തയുടെ ട്രെയിനിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 11 to 12 ആയിരുന്നു. 1 hour ട്രെയിനിങ് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് സമയം ഉണ്ടാവുമെന്ന് വിശ്വസിച്ചിട്ട് ഞങ്ങള് കുറെ പ്ലാനുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് അവളുടെ ട്രെയിനിങ് എക്സ്റ്റെൻഡ് ചെയ്തു. അത് 3 മണി വരെ ആണെന്നാണ് അവൾ മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞങ്ങള് കുറച്ച് 3 പേരും കൂടെ കറങ്ങി നടന്നു. അതിനിടയിൽ ഞങ്ങൾ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ലൈറ്റായിട്ട് ചായയും ഉപ്പിലിട്ടതും അവിൽ മിൽക്കും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. അവളും കൂടെ വന്നിട്ട് ഏതെങ്കിലും റെസ്റ്റോറന്റിൽ പോയിട്ട് നല്ല ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. സമയം ഒരു 2 മണി 2:30 ആയപ്പോ അവള് വീണ്ടും മെസ്സേജ് അയച്ചു ട്രെയിനിങ് 5 മണി വരെയാണെന്ന്. അങ്ങനെ ഞങ്ങള് 5 മണി വരെ വീണ്ടും കുറച്ചൊക്കെ കറങ്ങി അവളെ പിക്ക് ചെയ്യാനെത്തി കേട്ടോ. ഇനിയിപ്പോ ഞങ്ങള് റെസ്റ്റോറന്റിലേക്കൊന്നും പോകുന്നില്ല, നേരെ ഗ്ലോബൽ വില്ലേജിലേക്ക് പോവാന്ന് വിചാരിച്ചു. അവിടെ നിന്നാവുമ്പോ നമുക്ക് കുറെ ഫുഡ് ഐറ്റംസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാലോ. ഞങ്ങള് ഗ്ലോബൽ വില്ലേജില് പോവുകയാണ് കേട്ടോ. അവിടെ എത്തി. അതിനിടയ്ക്ക് ലഞ്ച് കഴിച്ചില്ല. സത്യം പറഞ്ഞാൽ ഇവള് ഞങ്ങളെ കൂട്ടാതെ ബിരിയാണി കഴിച്ചു. പക്ഷെ ടേസ്റ്റ് ഇല്ലാത്ത ബിരിയാണി ആയിരുന്നല്ലേ. ഞങ്ങൾ ഇവളെ വെയിറ്റ് ചെയ്തിട്ട് ഒരു ഉച്ചക്ക് ലഞ്ചിന്റെ സമയത്ത് ചായയാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോ ഇതിന്റെ ഉള്ളിൽ കുറെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, ഇവിടുന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിക്കുന്നത്. എന്താ ഫോഗാണോ, ഒരു ക്ലിയർ ഇല്ലല്ലോ. ഒരാള് അതിന്റെ ഇടയിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കാറില്ല ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ആ ഒരു മറ്റേ ഫോമൽ ഡ്രസ് ഇട്ടിട്ട് ഒരു ഡ്യൂട്ടിക്ക് വരുന്ന മൂഡ് പോലെ അല്ലേ. ഫോമൽ ലുക്ക്. നല്ല തണുപ്പുണ്ട്. എന്തായാലും ചൂടോടുകൂടെ പോയിട്ട് കഴിക്കണം. അതാണ് ആദ്യത്തെ പരിപാടി. കുറച്ച് കഴിയുമ്പോ നിനക്ക് നന്നായിട്ട് തണുപ്പ് വരാൻ തുടങ്ങും കേട്ടോ. അന്ന് നമ്മൾ വന്നപ്പോ ഫസ്റ്റ് ഇവിടുന്നല്ലേ ഫോട്ടോ എടുത്ത്. അതെ, ഡ്രസ് കൊള്ളാം. ബാക്ക്ഗ്രൗണ്ട് ഞാനും എന്റെ സിസ്റ്ററും 2ാമത്തെ വട്ടമാണ് കേട്ടോ ഒരുമിച്ച് ഗ്ലോബൽ വില്ലേജിൽ വരുന്നത്. ആദ്യത്തെ വട്ടം വന്നിട്ടുണ്ടായിരുന്നത് ഇതേപോലെ ഒരു ഡിസംബർ ടൈമിലായിരുന്നു. അന്ന് എന്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ബ്രദറും എല്ലാരും ഉണ്ടായിരുന്നു. എത്ര പെട്ടെന്നാണ് സമയം കടന്നു പോകുന്നത് ഞാനിങ്ങനെ ഓർക്കുകയാണ്. അതൊക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അർജുന് ഈ ഒരു ഐറ്റം വാങ്ങണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. ഒരു വട്ടം വേണ്ടാന്ന് തിരിച്ചു വന്നതാണ്, പക്ഷെ വീണ്ടും ആ സ്ഥലത്ത് തന്നെ പോയി ഇതേ ഐറ്റം വാങ്ങി കേട്ടോ. ഇതൊരു വാൾ ഡെക്കറാണ്, കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. പിന്നെ എനിക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് വെച്ചിട്ട് കുറെ അഭ്യാസ പ്രകടനങ്ങള് അവിടുന്ന് തന്നെ എന്റെ വക ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിലെത്തിയിട്ട് ഇതിന്റെ ബാക്കി എന്തായാലും ഉണ്ടാവും. ഇത് വാളിൽ ഫിറ്റ് ചെയ്യാന്നാണ് അർജു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് നേരെ ഞങ്ങള് പിന്നെ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു. ഇന്നങ്ങനെ കാര്യമായിട്ട് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങള് കഴിഞ്ഞ വട്ടം അതിന്റെ മുമ്പിലത്തെ വട്ടമൊക്കെ വന്നപ്പോ കുറെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അക്ഷയ് ഇവിടെ ആദ്യമായിട്ടാണ് ഗ്ലോബൽ വില്ലേജിൽ വരുന്നത്. അപ്പൊ ഞങ്ങൾ ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിട്ടുള്ള കുറെ ഐറ്റംസ് അവർക്കൂടെ വാങ്ങിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. അതിൽ പെട്ട ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ ഈ ജപ്പാൻ എന്നുള്ള ടാക്കോയാക്കി. ഇതിന് നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ചിക്കൻ ഉണ്ട്, മീറ്റ് ഉണ്ട്, ഒക്ടോപ്പസ് ഉണ്ട്, ഷ്രിംപ് ഉണ്ട്, അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഞങ്ങള് പക്ഷേ ചിക്കനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും ചിക്കനോടായിരുന്നു ഒരു പൊടിക്ക് ഇഷ്ടം കൂടുതൽ. വേറെയും കുറെ ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. മാംഗോ സ്റ്റിക്കി റൈസും പിന്നെ അതിന്റെ കൂടെ മാംഗോ കാക്കിഗോരി, അങ്ങനെ കുറെ ഐറ്റം. മാംഗോ സ്റ്റിക്കി റൈസ് അത്ര വലിയ ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ മാംഗോ കാക്കിഗോരി അതൊരു ഐസ്ക്രീം ടൈപ്പുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അത് ഞങ്ങള് കഴിഞ്ഞ വട്ടം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതിന്. ഇവര് തിരിച്ച് അബുദാബിയിലേക്ക് പോവാണ് കേട്ടോ. ഞങ്ങളുടെ കറക്കൊക്കെ ഏകദേശം കഴിഞ്ഞു. നാളെ എനിക്ക് ഓഫല്ലേ, അക്ഷയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവര് ഞങ്ങള്
ബസ് സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇവിടെ അടുത്താണ് ബസ് സ്റ്റേഷൻ. ഇവിടുന്ന് ഡയറക്റ്റ് ബസ് ഉണ്ട് അബുദാബിയിലേക്ക്. അപ്പൊ ഒരു 1.5 hours കിട്ടുമല്ലേ. ഇവിടുന്ന് നേരിട്ട് അബുദാബിയിലേക്ക് ബസ് ഉണ്ടെന്നായിരുന്നു ഞങ്ങൾ എൻക്വയറി ചെയ്തപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നേരെ ബസ് സ്റ്റേഷനിൽ പോയി നോക്കിയപ്പോ നേരിട്ട് ബസ് ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വീണ്ടും തിരിച്ച് ഞങ്ങളുടെ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോവാണ്. അവിടുന്ന് നടക്കാൻ ഒരുപാടുണ്ടെന്ന് വെച്ചിട്ടാണ് ഈ ഒരു റിക്ഷയിൽ കയറിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത്ര ഡിസ്റ്റൻസ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇനിയിപ്പോ ഇവരെ നമുക്ക് ഇബിൻ ബത്തൂത്ത സ്റ്റേഷനില് ബസ് സ്റ്റോപ്പിൽ ഡ്രോപ്പ് ചെയ്യണം. അവിടെ നിന്നാണ് ഇനിയിപ്പോ ഡയറക്റ്റ് അബുദാബിയിലേക്ക് ബസ് ഉള്ളത്. സമയം അധികം ലേറ്റ് ആയിട്ടൊന്നും ഇല്ലായിരുന്നു. ഒരു 9:30, 9:45 ആ ഒരു ടൈം ആയിരുന്നു. അവർക്ക് നാളെ ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് ഇന്ന് എന്തായാലും തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങള് ഇവരെ നേരെ ഇബിൻ ബത്തൂത്ത സ്റ്റേഷനിൽ കൊണ്ട് വിട്ടു കേട്ടോ. സോ ഇന്നത്തെ എന്റെ ഒരു വ്ളോഗ് ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഞങ്ങൾ ഇനി നേരിട്ട് വീട്ടിലേക്ക് പോകും കേട്ടോ. ഇവിടുന്ന് ഒരു 30-45 minutes അത്രയും കഴിഞ്ഞാൽ വീട്ടിലെത്തും. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സോ ഇനി അടുത്തൊരു വീഡിയോ വീണ്ടും ഞാൻ ബൈ ബൈ.